നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുണാചൽ പ്രദേശിൽ ബിജെപി മുന്നേറ്റം 35 സീറ്റുകളിലാണ് ബിജെപി ലീഡ് ഉയർത്തിയത്. 10 സീറ്റുകളിൽ ബിജെപി എതിരില്ലാതെയും വിജയം നേടി. സിക്കിമിൽ 22 സീറ്റുകളിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ച ലീഡ് ചെയ്യുന്നു. അരുണാചലിലെ 60 മണ്ഡലങ്ങളിലും സിക്കിമിലെ 32 മണ്ഡലങ്ങളിലെയും വോട്ടുകളാണ് എണ്ണുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, പലയിടത്തും ബിജെപി മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, അരുണാചൽ പ്രദേശിൽ ബിജെപിക്ക് ഒരു ഏകപക്ഷീയമായ വിജയം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകുന്നതാണ് ഇപ്പോൾ ആദ്യ ഫല സൂചകങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോൾ 38 മണ്ഡലങ്ങളിലേക്ക് അത് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. 38 മണ്ഡലങ്ങളിലേക്ക് ബിജെപിയുടെ ലീഡ് നില ഉയർന്നിരിക്കുന്നു. അതായത് കേവല ഭൂരിപക്ഷവും കടന്ന് ബിജെപി അവിടെ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ മൃഗീയ സ്ഥാനത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം സിക്കിമിൽ SKM നിലവിൽ 22 സീറ്റുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. അതും SKN വീണ്ടും ഭരണം നിലനിർത്തുമെന്നുള്ള സൂചനകൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. സിക്കിം ക്രാന്തികാരി മോർച്ചയുടെ ഭൂരിപക്ഷം ഇനി എത്രയാണ് എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും നേരത്തെ NDAക്ക് ഒപ്പം നിന്നിരുന്നതായിരുന്നു SKM എന്നുള്ളതാണ് ശ്രദ്ധേയം, സിക്കിമിലെ ക്രാന്തികാരി മോർച്ച. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തതിന് തൊട്ടു മുമ്പാണ് NDA മുന്നണി വിട്ടത്. അതേസമയം ഒരുപക്ഷെ ഫലപ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും NDAയുമായി അല്ലെങ്കിൽ BJPയുമായി സഖ്യത്തിലേറെ SKM ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും അരുണാചൽ പ്രദേശിലെ വിജയമാണ് BJPക്ക് ഏറ്റവും തിളക്കമെന്ന് വിശേഷിപ്പിക്കാൻ. പ്രത്യേകിച്ച് നമുക്കറിയാം, ചൈന പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഈ അരുണാചലിലെ പ്രദേശങ്ങൾ ദേശീയതയോടൊപ്പം നിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ നൽകുന്നതാണ് ഈ ആദ്യ മണിക്കൂറുകളിലെ ഫലസൂചികൾ. ദേവിക, നന്ദഗോപൻ, ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വന്നതിന് ശേഷം തന്നെ NDA ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം വളരെ ആശങ്കയിൽ തന്നെയാണ് തുടരുന്നത്. കാരണം ഒഡീഷ, തെലങ്കാന അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് വൻ തോൽവി അല്ലെങ്കിൽ ബിജെപിക്ക് വലിയ മുന്നേറ്റമാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യ സഖ്യത്തിനെ വലിയ പ്രതിസന്ധിയിലാഴ്ത്തുന്നില്ലേ? ദേവിക, തീർച്ചയായിട്ടും. അതായത് ഇന്നലെ ഈ ഒരു എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ പ്രധാന ഫലങ്ങളെല്ലാം തന്നെ നോക്കിയാൽ, പരിശോധിച്ചാൽ BJPക്ക് വലിയ മൃഗീയ ഭൂരിപക്ഷം ഉള്ളതായിട്ടാണ് അതിലെല്ലാം സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാ സർവേകളിലും 350 മുകളിലേക്ക് BJP എത്തുമെന്നും, ചില സർവേകളിൽ 401 സീറ്റുകൾ, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ ടുഡേ സർവേയിൽ വരെ 401 സീറ്റുകൾ വരെ ഉണ്ടാകുമെന്നുള്ള പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും BJP ഇത് പ്രതീക്ഷിച്ച വിജയം തന്നെയാണ്. 400-ലധികം സീറ്റുകൾ എന്നുള്ള ഉദ്ദേശ ലക്ഷ്യവുമായാണ് BJP ഓരോ മണ്ഡലങ്ങളിലും പ്രചരണം നയിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിന്റെ ഫലം ലഭിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ BJPക്ക് ലഭിച്ചത്. അതേസമയം ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ 400-ന് താഴെയാണ് സൂചിപ്പിക്കുന്നത്. BJP എന്നാൽ പറയുന്നത് യഥാർത്ഥ ഫലം വരുമ്പോൾ അത് 400-ന് മുകളിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. അതേസമയം പ്രതിപക്ഷ ക്യാമ്പുകളിൽ വലിയ നിരാശയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും ഈ ഒരു വലിയ പരാജയം നേരത്തെ തന്നെ മണത്തതാണ്. അതിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുന ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ യോഗമൊക്കെ ചേർന്നത്. അതിനുശേഷം അവർ വ്യക്തമാക്കിയത്, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം അവർ വ്യക്തമാക്കിയത് 295 സീറ്റുകളെങ്കിലും ഏറ്റവും കുറഞ്ഞത് പ്രതിപക്ഷ സഖ്യം നേടുമെന്നാണ്. എന്നാൽ അത്തരമൊരു ആത്മവിശ്വാസം പല നേതാക്കൾക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം എന്ത് സ്ട്രാറ്റജി, എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം ഇന്ത്യ സഖ്യം ചർച്ച ചെയ്തത്. അതിൽ പ്രധാനമായും EVMനെതിരെ ആരോപണം ഉന്നയിക്കുക, ഇലക്ഷൻ കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുക, അതേപോലെ തന്നെ BJP വർഗീയതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന ആക്ഷേപം ഉയർത്തുക. ഇങ്ങനെ 3 കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് പ്രധാനമായും ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്നലെ പിരിഞ്ഞത്. അതേസമയം BJPയും ശക്തമായ പ്രചരണം നടത്തുവാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് BJP വ്യക്തമാക്കുന്നത് ഈ EVM മിഷനെതിരെ വലിയ ആരോപണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടുകളെ തുറന്നുകാട്ടുക, ഒപ്പം തന്നെ EVMന്റെ സംശുദ്ധിയെ ഉയർത്തിക്കാട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് BJPയും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണങ്ങളും മറ്റും ആരംഭിച്ചിട്ടുണ്ട്. ദേവിക, ശരി, സമഗ്രമായ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത് എസ് നന്ദഗോപൻ.